രീതിയിലുള്ളവരുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ നാം എല്ലാം ഒന്ന്. ഏകത, ഇതാണ് ഞാൻ പറഞ്ഞ ഏകത. ഏടുന്നെല്ലാം വന്നവരുണ്ടാവും. യാത്ര, ആ യാത്ര പല വീട്ടിൽ നിന്നല്ലേ, പലതരം വീട്ടിൽ നിന്നല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭർത്താവ് പറഞ്ഞു പോട്ടാ, എന്നിട്ടും പറഞ്ഞ് കുറച്ച് സമയം പോയി കഥ. കാരണം എനിക്ക് സമാധാനം ഉണ്ടാവുമല്ലോ, ഇവിടെ നിന്നിട്ട് സമാധാനം കിട്ടാണ്ടായി പോകണ്ട, അവിടെ പോയി കുറച്ച് ഇരിക്കുക. അപ്പോൾ അയാളും പയ്യ എന്നെ വന്നു. എന്തിനും പറഞ്ഞ് പിന്നെ ഞാൻ എന്തിനാ പോകുന്നു. അതാ കഴിഞ്ഞ ദിവസം ഒരു വക്കീൽ വീട്ടിൽ നിന്ന് പറഞ്ഞു ഭാര്യയും മക്കളും കൂടി ഗോവയിൽ പോകുന്നു. അപ്പോൾ ഓളമ്മ പറഞ്ഞു ഞാനും വരുന്നു. ഒരാൾ പറഞ്ഞു പിന്നെ എന്തിനാ പോകുന്നു. അയാളെ ഒഴിവാക്കിയിട്ട് പോകാനാണ് നമ്മൾ സമാധാനത്തിന് 2 ദിവസം. നിങ്ങളും കൂടെ ഇവിടെ സന്ദേശ സിനിമ പോലെ അച്ചപ്പനും ഇളയച്ചനും കൊടയും പടിയിലായിട്ട് വരും. അപ്പം മിഥുനം. അപ്പം നമ്മൾ ഇത് ഇങ്ങനെയാണ്. ഈ ഏകത എന്ന് പറയുന്ന സാധനത്തിൽ ഇത് ഗണ, കൂട്ടം. നമ്മളെപ്പം ആലോചിച്ചിട്ടുണ്ടോ നോക്കണേ. ഗണ, കൂട്ടം, തെറ്റാൻ സാധ്യതയുള്ള ഒറ്റ ജീവിയുള്ളൂ. ആരാ? മനുഷ്യൻ. കൂട്ടം തെറ്റുന്ന ഒറ്റ ജീവിയുള്ളൂ മനുഷ്യൻ. ബാക്കിയെല്ലാം കൂട്ടത്തോടെയാ പോവാ. ആന മുതൽ മത്സ്യം മുതൽ ഉറുമ്പ് മുതൽ. നോക്കണം, അഴീക്കോട് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കൊടുത്തതിന് പാരൻസും കുട്ടികളും അല്ലേ, ഈ ഉറുമ്പ് വരിവരിയായി പോകുന്നത് നോക്കണം. ഗണ, എന്തൊരു കൂട്ടാ. പിറ്റേന്നുണ്ട് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് ചിരിക്കും. ഞാൻ ചെന്ന പോലെ അച്ഛൻ കാണിച്ചു തന്നു ഉറുമ്പ് പോകുന്നത്. കാണിച്ചു തന്നിട്ടോ ചവിട്ടി വരച്ചിട്ട്. പിന്നെ ഇയാൾ എന്ത് സന്ദേശമാണ് കൊടുത്തിനെ കുട്ടിക്ക്? ഞാനിത് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തോടെ കൂട്ടം വിടൂല, ഒറ്റപ്പെടുത്തും നിന്നെ. ഇങ്ങനെയല്ലേ നമ്മൾ പറയല്, നിന്നെ ഒറ്റപ്പെടുത്തി നാട്ടിൽ നിന്നല്ല, നിന്റെ വീട്ടിൽ നിന്ന്. ഒറ്റപ്പെടൽ വമ്പം ഒരു വിഷമം. ആ ഒറ്റപ്പെടൽ അനുഭവിക്കാതിരിക്കാനാണ് പണ്ടേ ഹൈന്ദവ സമ്പ്രദായത്തിൽ പറഞ്ഞത് ഒരുമിച്ചിരിക്കാൻ. അതിനാ ക്ഷേത്രം, അമ്പലൈന, അൻപലയടിക്കുന്ന സ്ഥലം. കൂടെ വന്ന് ഇരുന്ന് ഒരുമിച്ചിരുന്ന് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് സന്തോഷിച്ച് ഒരുമിച്ച് പിരിഞ്ഞ് പോകുമ്പം സന്തോഷം. ഈ ഏകത മനുഷ്യന് മാത്രമേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ജീവികൾക്ക് അവർക്കുള്ളതാണ് ഉണ്ടാക്കേണ്ടത് മനുഷ്യൻ. അതെന്തുകൊണ്ടാണെന്നറിയാം? കുറ്റല്ല, മനുഷ്യനാണ് ഏറ്റവും ലാസ്റ്റിലത്തെ ജീവിതം. എന്താ കാരണം എന്നറിയോ? ഇങ്ങനെ ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു പരിഹസിക്കും നമ്മൾ. പക്ഷേ ഇങ്ങനെ ചെറുത് മച്ച് ലാസ്റ്റിൽ വൃക്ഷങ്ങളുണ്ടാവും, മരങ്ങൾ. ആ മരങ്ങൾ തലകുത്തിയമാരും ഉണ്ടാവും. അതിൻ്റെ പേരാണ് അരയാൽ, അശ്വത്ഥം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ. അപ്പോൾ ഈ മരങ്ങളും ചെടികളും വള്ളികളും ഇങ്ങനെ വളർന്ന് അത് നന്മയുടെ മരമായി മാറി മനുഷ്യനായി മാറുന്നത് ആണ് ജീവിതം. അതുകൊണ്ട് അരയാലിൻ്റെ വേര് താഴോട്ടാണ് അല്ലേ. പിന്നീട് മനുഷ്യൻ പിന്നെ തലകുത്തി നിൽക്കുക. ശീർഷാസനം മനുഷ്യന് മാത്രമേ ഉള്ളൂ. ആനക്കുണ്ടാ ഇല്ല. മനുഷ്യൻ തിരിഞ്ഞു പഠിക്കുന്നത് അതിനാണ്. ഏത്? അരയാല് പോലെ ഇരിക്കാൻ. അതുകൊണ്ട് അശ്വത്ഥത്തെ പറ്റി പ്രാർത്ഥിക്കുന്നത്. അശ്വത്ഥം അരയാലിന് പ്രദക്ഷിണം വെക്കുന്നതിനാ. അപ്പോൾ മനുഷ്യൻ ആയി മാറും. ഏകത. അപ്പോൾ ഒറ്റൊന്ന് ഏകത്വത്തിലേക്ക് പോകും. ഒറ്റപ്പെടുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. ശ്രദ്ധിക്കണം, കുറ്റപ്പെടുത്തരുത്. അതാണ് നമ്മൾ വളരെ 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 സൂക്ഷിക്കേണ്ടത്. ഈ ഓട്ടത്തിനിടയിൽ ശബരിമലക്ക് 41 ആളും ശങ്കർ എന്ന് പറഞ്ഞ തമിഴിനും പോയി എന്നവർ 41 ആളും. തിരക്കിനിടയിൽ ശങ്കറിനെ കാണണ്ടേ, 40 ആളുടെ ഇയാൾ കാണണ്ടേ. ഇയാൾ ഭയങ്കര വളവന. 2 രൂപ കൊടുത്തിട്ട് ഇയാൾ അനൗൺസ് ചെയ്യിച്ചതാ, ശങ്കർ ഇവിടെ ഇങ്ങിറക്കെ കൊടിമരത്തിൻ്റെ അടുക്ക 40 ആളുണ്ട് കാണാണ്ടായിട്ട്. അവരുടൻ കൊടിമരത്തിൻ്റെ അടുത്ത് വരുന്നു. 40 ആളെയാണ് കാണാണ്ടില്ല, ശങ്കറിനെ കാണാണ്ടേ. നമ്മളെ കാണാണ്ടാവുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ സമ്മതിക്കണം. നമ്മളെ കാണാണ്ടായി പോകണം. നമ്മളതിൻ്റെ കൂടെ കൂടണം. എങ്ങനെയാണ് നിർത്താൻ പോകുന്നതെന്നറിയോ? സമയം. കാരണം നന്ന വൈകിക്കൂടാ. 8:45 അല്ലേ? നിർത്താം. പിന്നെ നിങ്ങൾക്ക് പറയുന്നത് തന്നെ എൻ്റെ ഒച്ചയും പോയില്ല. എനിക്ക് സന്തോഷം കിട്ടും.
എന്താണെന്നറിയോ, കുറച്ചുകൂടി പറയാമെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ ഇതാ സർട്ടിഫിക്കറ്റ്. ഇതെന്താ ഇപ്പം ഇയാൾ നിർത്താത്തത്? എന്തെന്ന് ഇങ്ങനെയെല്ലാം കേൾക്കാമല്ലോ. വടകര ചോറോട് പോയിട്ട് കൊയിലാണ്ടി പറഞ്ഞു രാമസീതാസങ്കല്പം പറഞ്ഞ് 9:30 പോയി. 9:30 ആയാലും അതിൻ്റെ പ്രസിഡന്റ് എനിക്കൊരു കുറിപ്പ് തന്നു. ജനം ഇങ്ങനെ ഇരിക്കുക, രാമനെ കണ്ടതുപോലെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കുറിപ്പ് തന്ന പാട് ഞാൻ നിർത്തി. അപ്പം ഈ കൊയിലാണ്ടി ഭാഷ അറിയാലോ, വന്നിക്കി പോയിക്കി തിന്നിക്കി ചേർക്കും. അപ്പം ഞാൻ ഇത് ചേർത്തപ്പോൾ മുമ്പ് ഒരാൾ ചോദിച്ചു എന്തായിക്ക്, നമ്മൾ ഇടത്ത് എഴുതിയത് നിന്റെ സമയം അടുത്തേക്കുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോയതല്ലേ, എനിക്ക് ആരുമില്ല. അപ്പോൾ ഞാനാകെ പോയി. അന്നേരം അവർ പറഞ്ഞു സാർ ഇവിടെ ഇങ്ങനെ പറയാം. മനസ്സിലായി? ഭാഷകൾ പലതാണ്, വേഷങ്ങൾ പലതാണ്, ഭക്ഷണം പലതാണ്, പക്ഷേ നാം ഒന്നാണ്. നാം ഒന്നാണ്. അതുകൊണ്ടാ മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാരും പട്ടിണിയായിട്ടല്ല, മെലിഞ്ഞിട്ടല്ല, ഒന്നുപോലെ ഒന്നാണ് നാം. അങ്ങനെയൊന്നുമില്ല. പണ്ഡിതനെന്നില്ല, പാമരനെന്നില്ല, കുചേലനെന്നില്ല, കുബേരനെന്നില്ല. ആലോചിച്ച് നോക്കിയേ, ഒന്നാണ്. ഈ ഒന്ന് തോന്നലാ ഏകത. ആ ഏകത തോന്നും എനിക്ക് നിങ്ങളോട് നമസ്കാരം. സുഖമല്ലേ? അതെ. ആ ഏകത തോന്നില്ലെങ്കിൽ ഒരു നമസ്കാരമില്ല, എഴുന്നേൽക്കെങ്കിലും വരുന്നു. അങ്ങനെ മനസ്സിലായോ? സുഖമാണോ? സുഖമായ ഞങ്ങൾക്ക് എന്താ വേണ്ട? ഒന്നല്ല ചോദിച്ചതേ. ഒരു അമ്പലത്തിൽ നിന്ന് ഒരു അമ്പലാസൻ കണ്ടു. ഒരാൾ തീർത്ഥം മണിച്ച് ഇരിക്കുമ്പോൾ ഇന്നലെ കണ്ടിട്ടില്ലല്ലോ എന്ന്. ഇയാൾ പറഞ്ഞു മിഞ്ഞാന്ന് കണ്ടില്ല നിങ്ങൾ, ഇന്നലെ കണ്ടിട്ടില്ല. ഇത് രാവിലെ തന്നെ ചൊറിയാൻ വരും. അപ്പോൾ അമ്പലാസൻ എന്നെ നോക്കി, ഞാൻ പുറത്തേക്ക് നോക്കി. അങ്ങനെ വെറുതെ ചൊർക്ക്. അയാൾ ചോദിച്ചത് ഒരു ലോകിയാണ്. അതാ എക്സിക്യൂട്ടീവ്സിൽ പോയിട്ട് പറഞ്ഞു എല്ലാവരോടും നല്ലോണം പെരുമാറണം. ഇയാൾ ചൊർക്കുന്നു. ആളെ നോക്കി പെരുമാറണം എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനി ഈടെ ഇത് നിർത്തുന്നു നോക്കിയേ. മരങ്ങളിൽ വ്യത്യസ്തമായ മരങ്ങളുണ്ട്, വള്ളികളിൽ വ്യത്യസ്തങ്ങളായ വള്ളികളുണ്ട്, ചെറിയ ചെടികളുണ്ട്. ഇതിങ്ങനെ ചെറുത് വളർന്ന് വള്ളിയായി, വള്ളി പിന്നെ മരമായി, മരത്തിൽ അത് ജാതിയായി. ജാതി ഒന്നേ ഉള്ളൂ. ജാതിക്ക് നിങ്ങൾക്ക് ഒരു മുറിക്കലോ തരിക്കലോ പറ്റൂല. ജാതി ഒരു മരേ ഉള്ളൂ. പ്ലാവിനെ 10 ഉണ്ടാക്കാം, മാവിനെ 10 ഉണ്ടാക്കാം, കുറ്റ്യാട്ടൂർ മാവ് ഒന്ന്, പനങ്ങാട്ട് മാവ് ഒന്ന്, പക്ഷെ ജാതി ഒന്നേ ഉള്ളൂ. ആലോചിക്കണം. ഞാൻ ഇത് തന്നെ ആലോചിക്കണം. ഇതെന്തപ്പ ഇങ്ങനെ ജാതി ഒന്നല്ലേ ഉള്ളൂ? എല്ലാം പറയാറില്ലേ? നിങ്ങൾക്ക് മാവിന് എത്ര മാവ് ഉണ്ടാക്കാം? കുറ്റ്യാട്ടൂർ മാങ്ങ ഒന്ന്, പ്ലാവ് ഒന്ന്, അരയാല്, കുള്ളൻ അരയാല്, നമ്മളെ പോലത്തെ കുള്ളൻ അരയാല് വേറെ, ബെൽറ്റ് വേറെ. മരങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാക്കാം. ഇപ്പം പുതിയ പദ്ധതി തൃശ്ശൂർ ഇവർ പരിശോധിച്ചപ്പോൾ ജാതിന്ന് മാത്രം കിട്ടുന്നില്ല. ഇരുൾ എത്ര വേണം വ്യത്യസ്തത? കറുപ്പുണ്ട്, വെളുപ്പുണ്ട്, ഇനി സ്പ്രേ അടിച്ചിട്ടുള്ള വേറെയിട്ട്. മലേഷ്യൻ ഉരിപ്പ്, അക്ഷരം മാറിപ്പോല്ല, ഉരിപ്പ്. അപ്പൊ ഇത് ഈ സാധനം നമുക്ക് വ്യത്യസ്തത എല്ലാം ഉണ്ട്. നോക്കിക്കോ, ഒന്ന് പറ്റൂല നിങ്ങൾക്ക്. ഒന്നും പറ്റൂല. ഏത് മരം? ജാതി. അതുകൊണ്ടല്ലേ ജാതി ഉണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ജാതി ഇല്ല എന്ന് പറഞ്ഞ കാര്യം, ജാതിയിൽ ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കണേ, ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പാരസ്പര്യ സഹകരണമാണ്, ഏകത. എങ്ങനെ മനസ്സിലാവുക? കൊട്ടിയൂർ പോകണം. കൊട്ടിയൂർ പോയാൽ ആദിവാസി വന്ന് ആദ്യം പെർമിഷൻ കൊടുത്ത് കൂവേലയിൽ പോയി തന്ത്രി ജലമെടുത്ത് കൊണ്ടുവന്ന്, പിന്നെ അങ്ങോട്ടായി പാണനും പറയനും മരാരും വിറക് പൊട്ടിക്കുന്നവരും വാദ്യക്കാരും എല്ലാം കൂടം കെട്ടുന്നവരും ചെയ്യുന്നവരും എല്ലാം അങ്ങനെ വരും. അവസാനം നോക്കുമ്പോഴേക്ക് ഉത്സവമായി. ഇളനീര് കൊണ്ടുവരാൻ, നെയ്യ് കൊണ്ടുവരാൻ എല്ലാ ജാതിയിലും പെട്ടവർ ഒരുമിച്ച് ആടെ നിൽക്കുന്നു. കലം വരവ് മറ്റൊന്ന്. അവസാനത്തെ കാഴ്ച നിങ്ങൾ നോക്കണം. അവസാനത്തെ ഒരു കാഴ്ചയുണ്ട്. അവസാനത്തെ കാഴ്ച എല്ലാം കഴിഞ്ഞ് പിഴുതെറിഞ്ഞ് അർദ്ധരാത്രിയിലെല്ലാം കഴിഞ്ഞ് എച്ചിലാക്കുക എന്നിട്ടൊരു ചടങ്ങുണ്ട്. അതെന്നാ ചടങ്ങ്? എല്ലാവരും പിന്മാറും. അപ്പോഴേക്ക് ആദിവാസി അങ്ങനെ വരും. അപ്പം ഈ തറയമ്മൽ ഭക്ഷണം വെച്ചിട്ടുണ്ടാവും.
ഇലയിൽ അതെല്ലാം വാരി തിന്ന് തുപ്പി നാശകോശാക്കി. കാരണം ഇതിൻ്റെ മേലെ മുഴുവൻ വൃത്തികേടാക്കി, അതിൻ്റെ ഉള്ളു ശുദ്ധമായി നിൽക്കുന്നതിനെ വൃത്തികേടാക്കിയിട്ട് പോകും. അതൊരു ചടങ്ങാന്ന്, ലോകത്ത് കാണാത്ത ചടങ്ങ്. ആടെ പിന്നെ ഒന്നും എടുക്കൂല എന്നർത്ഥം. ആടെ ഒന്നും എടുക്കൂല, മനസ്സിലായില്ലേ? അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതല്ലേ വീടെല്ലാം വെക്കുമ്പോൾ കൂക്കിരിനെ വെക്കുന്നില്ലേ? അതെന്തിനാ? അയിമലാവും ശ്രദ്ധ അല്ലേ? ഇപ്പം അത് വെക്കല്ലേ. തളിപ്പറമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വീടെടുക്കുന്നുണ്ട്. എന്താ കരിങ്കണ്ണ നോക്കുന്നത്? പോന്നാൾ ഇങ്ങനെ തന്നെ. അപ്പം ഞാനും നോക്കിയില്ല. ഞാൻ ഒരാൾ ചാർന്ന് ആഡ് ചെയ്തിന്. ഞാൻ പറഞ്ഞാൽ കണ്ടിക്കാം. നല്ല എളുപ്പപ്പണിയല്ലേ ഇത് ഉണ്ടാക്കാൻ. ഒരുപാട് പുല്ലും ഇതെല്ലാം വേണ്ടേ? ഇന്നൊരു ആവശ്യമില്ല, ഒരു ബോർഡേ വേണ്ടു. എന്തൊരു ബുദ്ധിയാ! ഈ ബുദ്ധിയൊക്കെയാണ് നമുക്ക് ഏകതയിലേക്ക് ഉപയോഗിക്കേണ്ടത്. ആ ഏകതയാണ് നമുക്ക് ആവശ്യം. ഇത് എവിടെയാണ് ഞാൻ സമാപിപ്പിക്കുന്നത് നോക്കാം. ഡിഫറൻ്റ് ആയിട്ട് അതാണ് പറയിപ്പറ്റു പന്തിരൂലം. എന്താ മേളത്തൂര് അങ്ങനെ 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 ഓരോന്ന് വരുന്നു. വായില്ലാ കുന്നിലപ്പനുണ്ട് അതിൽ. പോയിക്കോണ്ട് നിൽക്കുമ്പോൾ ഒരു കുട്ടീനെ പ്രസവിച്ചു. വായുണ്ടോ നോക്കുന്നെന്നാ പറഞ്ഞു. വായുണ്ട്, അടവിട്ടെ, ജീവിച്ചോളും എന്ന് പറഞ്ഞു. വയ്യ ലാസ്റ്റിൽ നോക്കുമ്പോൾ ഒന്ന് ഇനി വായില്ല, എന്നാ ഇനി നിർത്തോ. വായില്ലേ പിന്നെ അതിനെ നമ്മൾ നോക്കണം. വായില്ല കുന്നിലപ്പൻ, നാറാണത്തെ ഭ്രാന്തൻ. ഭ്രാന്തനല്ല, നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ ഇത്. നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്നത് രൈരനെല്ലൂർ മലയിലേക്ക് വലിയ കല്ല് രാവിലെ മുതൽ ഉരുട്ടി അതിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് അങ്ങ് വിടും. അതിങ്ങനെ താഴേക്ക് വീന്ന് നോക്കിയിട്ട് ഇദ്ദേഹം ചിരിക്കും. ഭൂഗുരുത്വ ആകർഷണത്വം, ആകർഷണം ആദ്യമായി ലോകത്തെ പഠിപ്പിച്ചത് നാരായണത്തെ ഭ്രാന്തനാണ്. നമ്മൾ പഠിക്കൂല. നമ്മൾ ന്യൂട്ടൻ്റെ തലക്ക് ആപ്പിൾ വീണിട്ട്. അപ്പോൾ ഒരു ചക്കൻ പറഞ്ഞു ചക്കേറ്റം വീണ് പോയാൽ മതിയായിരുന്നു അതിൻ്റെ തലക്ക്. നമ്മൾ എന്തൊരു ഉപദ്രവമാണ് ഇത്രയും കഴിഞ്ഞിട്ട് പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നാരായണത്തെ ഭ്രാന്തൻ നമ്മൾ പഠിക്കും. ഭ്രാന്താണ്, ഭ്രാന്തല്ല. എന്താ ഭ്രാന്ത്? അതാണ് ഏകത. ശ്രദ്ധിക്കണേ, ഈ ഏകത കിട്ടുമ്പോൾ ഒരു ഭ്രാന്ത് വരാനുണ്ട്. അതിൽ പെട്ടുപോയാൽ നല്ലതാണ്, പെട്ടുപോകണ്ട. ഫുട്ബോൾ ഭ്രാന്ത്, ഫുട്ബോൾ ഭ്രാന്ത്, ക്രിക്കറ്റ് ഭ്രാന്ത്, സിനിമ ഭ്രാന്തായി പോലെ. സിനിമ പറഞ്ഞിട്ട് എനിക്ക് ഉറകയില്ല, അപ്പോൾ ഫുൾ ഭ്രാന്താണ്. അതുപോട്ടെ, ഭ്രാന്ത്. അവിടെയാണ് ഈ ഭ്രാന്ത് എന്ന് പറയുന്നത്. ഏകതയിലേക്കുള്ളൊരു പടിയാണ് ഈ ഭ്രാന്ത്. ഭ്രാന്ത് വന്നു പോയാൽ, ഭ്രാന്തല്ലേ, ഭ്രാന്ത് വന്നു പോയാൽ ഏകതയിലേക്കുള്ള പിടുത്തം. പിന്നെ ഈ അമ്മയെ കാണാതിരിക്കാൻ കഴിയില്ല. രാവിലെ ആകുമ്പോൾ എണീറ്റ് തുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ച് പായും പാടക്കാണ്. മനസ്സിലായ? ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. എന്തൊരത്ഭുത! ഒരു നേരം കണ്ടിട്ടില്ലെങ്കിൽ അയ്യോ എന്ന് തോന്നുന്നതാണ് ഏകത. മനസ്സിലാവുന്നുണ്ടോ? ആ ഏകതയാണ് പ്രധാനം. ഒറ്റൊന്ന് പിടിച്ച് എന്നിട്ട് നമുക്കങ്ങ് നിർത്തിക്കളയാം. ഈ ഏകത എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിപ്പോയ കുചേലനുണ്ടല്ലോ, കുചേലൻ്റെ ചോർന്നൊലിക്കുന്ന പൊരയും കാര്യവും ഒരു ബടായിക്കൊരു കുറവില്ല ഇയാൾക്ക്. ഇയാൾ ഓളോട് പറയും ഞാനിതൊന്നും വേണ്ടെന്ന് വെച്ചു. എൻ്റെ ക്ലാസ്മേറ്റ് രാജാവ് കൃഷ്ണൻ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 5 നില വീടെടുത്ത്. ഒരു ദിവസം ഈ പെണ്ണുങ്ങൾ നിങ്ങൾ കുറേ ആയില്ല ഇത് പറയും. നിങ്ങളെ പടി അറിയാം അയാൾ. നിങ്ങൾക്കൊന്ന് പോയിട്ട് ചോദിച്ചുകൂടെ? ഒരു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയോ എന്തെങ്കിലും ഒരു വീട് കിട്ടൂല നിങ്ങൾക്ക്, പേര് മാറ്റിയിട്ട് ലൈഫ് മിഷൻ എന്തെങ്കിലും ആക്കുക. നിങ്ങളൊന്ന് പോയി ചോദിക്കുക. ഇയാൾ പെട്ടെന്ന് ഏകത യാത്ര എന്ന് പറയാൻ കാരണം രാവിലെ മുതലേ തുടങ്ങി ഗുരുഗുരുയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ രാത്രി ഇയാൾ പറഞ്ഞു പോവാൻ, നാളെ രാവിലെ പോകാം. രാവിലെ പോകുന്നു. അപ്പോൾ ഇയാൾ കിടന്നതാണ്. ഈ കിടന്ന് രാത്രി 2 മണിയാകുമ്പം അങ്ങനെ ഒരു ഗുണമുണ്ട് ഭാര്യമാർക്ക്. ഹലോ, ഉറങ്ങിയ? എന്തിനാ? കറണ്ടിൻ്റെ ബില്ല് വന്നിട്ടുണ്ട്. പിന്നെ അയാൾ ഇന്നും എണീറ്റില്ല, സ്ട്രോക്കായിട്ട്. അപ്പോൾ ഇപ്പം പറയാൻ കേട്ടിട്ട് പിന്നെ എപ്പം പറയണ്ടികളൊക്കെ കണ്ട്. അപ്പം രാത്രി ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഈ പെണ്ണുങ്ങൾ ചോദിച്ചു, അല്ല
നിങ്ങളീ പോവോ നാളെ നിങ്ങൾ അല്ല വെറും പറച്ചേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഏകദേശം അങ്ങ് വന്നു. ഏകതയിലേക്കാണ് ദാരിദ്ര്യം മാറണേ, ഇയാൾ പോകാൻ തീരുമാനിച്ചുവേ. എന്നാലും ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ രാത്രി 2 മണിയായപ്പോഴാണ് ഭാര്യയോട് കുചേലൻ പറയുന്നത്, പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിലെഴും നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ, പുലർകാലെ പുറപ്പെടാം അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. ലാസ്റ്റിലേതൊരു ഭാര്യയാണ്. ഈ പെണ്ണുങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ രാത്രി എടോ പറഞ്ഞ അങ്ങനെയാടോ പോകാതിനോട് പറഞ്ഞില്ലേ, കുറച്ചുറങ്ങാൻ വിടും, നീ എന്തെന്നൊരു മാറ്റി രാവിലെ സ്വബൈക്ക് പോയിക്കോളാ നീ. എന്തൊരു അന്നേരം ചോദിച്ചു പോകുമോ? ആ പോവാ, പക്ഷെ ഒരു കാര്യമുണ്ടേ, കൃഷ്ണന് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുകൊടുക്കണം. ഇയാൾക്ക് ഉറപ്പുണ്ടാടിയൊന്നുമില്ല, എന്നാൽ പോണ്ടാന്ന് പറയല്ലോ എന്ന് വിചാരിച്ചു. പെണ്ണുങ്ങൾ അതിലും വലിയ വിദഗ്ധയാണ്. പെണ്ണുങ്ങൾ കുറച്ച് പോയിട്ട് അവലെല്ലാം കൂടി ഒരു തുണി കെട്ടിയിട്ട് പറഞ്ഞു, ഇത് കൊടുക്കുക, ക്ലാസ്മേറ്റ് അല്ലേ, അല്ല മതി. പണ്ടിതൊന്നുമില്ലല്ലോ, തംസപ്പും ലൈസൊന്നും ഇല്ലല്ലോ, വണ്ടി അവൽ തന്നെയല്ലേ, അത് നിങ്ങൾ അത് കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഏകത യാത്രയിലായത്. രാത്രിയത്തെ ഉറക്കവും പറച്ചിലൊരു യാത്രയായിരുന്നില്ലേ, രാവിലെ പുറപ്പെടുന്നതാണ്. മനസ്സിലായ? അത് ശ്രദ്ധിക്കണേ. ആ ഏകതയിലേക്കാ പോന്നേ. യാത്ര അവസാനിപ്പിച്ചു. ഭാര്യ പറഞ്ഞു കുത്തി ഇളക്കി വിട്ട് രാവിലെ പോകുന്നതാണ്. മനസ്സിലായ? ജീർണ വസ്ത്രം മുണ്ട് വേറെ എടുക്കാനില്ല. പക്ഷെ വേറെ ഒന്നുണ്ട്, മുഖ്യമായ പുസ്തകം. രണ്ടും കക്ഷത്തിങ്ങൾ ഇറക്കിയിട്ട് പോവാ. പുസ്തകം കക്ഷത്തിലുണ്ട്, ആ പുസ്തകം വിട്ടിട്ടില്ല. അറിവിൽ നിന്നാണ് ഏകത കിട്ടുക. വായിച്ചുകൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം, അപ്പോഴാ ഏകത കിട്ടുക. ആ ഏകതയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. ശ്രദ്ധിക്കണേ, ഏകത പൂർത്തിയായി കൂടെ ഭ്രാന്ത് പൂർത്തിയായാൽ പോയി. എന്താ കാരണം? അത് പറഞ്ഞു നിർത്താം. ആടി എത്തുമ്പോഴേക്ക് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് രാജാവ് പറയാ, സുധാമാവേ എന്താ സംഭവം, ഇങ്ങോട്ട് വന്നല്ലേ, കൂട്ടിക്കൊണ്ടുവന്ന് കാല് കഴുകുന്നു, സിംഹാസനത്തിലിരുത്തുന്നു. ഇയാൾക്കൊന്നും തിരിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇയാൾക്കാ നിങ്ങൾക്ക് ഓലക്കൊടിയാന്ന് മുറിഞ്ഞ വസ്ത്രം, ഈ നല്ല സ്വർണത്തിൻ്റെ സിംഹാസനത്തിലും ഇരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഇയാൾ ഇരുന്നിട്ട് നമ്മളിലിരുന്ന പോലെ ഇരുന്നു. അതല്ലേ എയർ ഇന്ത്യൻ്റെ പുതിയ വിമാനത്തിൽ കമ്പന്ന് പോയോന്നല്ല, കാലും മുക്കാലെടുത്ത് വെച്ചിട്ടിരുന്നു. എയർ ഹോസ്റ്റസ് വെച്ച് നീയല്ലേ എവിടുന്നാടെ ഇരുന്നു? പൈസയുണ്ട് എനിക്ക്, പക്ഷെ എനിക്ക് ഇരിക്കാനറിയുന്നു. പൈസയുണ്ട്, ഈ സാധനം ഉപയോഗിക്കാൻ അറിയണ്ടെങ്കിൽ അതൊരു പ്രത്യേക ക്വാളിറ്റിയാണ്. അത് എളുപ്പമല്ല. അന്നിങ്ങനെ സംശയിക്കുമല്ലോ ആടെങ്കിലും പോയിട്ട്. അതാണ് കുചേലിനും പറ്റി. പക്ഷെ കുചേലിനെ പിടിച്ചാടി ഇരുത്തിയപ്പോൾ ചോദിച്ചാൽ എന്താ കൊണ്ടുവന്നതിന്? ഏകത. അതിലെടുത്ത് ഭാര്യത്തുന്നു, കൃഷ്ണൻ ഭാര്യത്തുന്നു. രണ്ടാമത് എടുത്തു. ഒന്നാമത്തെ തിന്നലിന് തന്നെ ആടെ വീട് വലുതായി. രണ്ടാമത്തെ തിന്നലിന് മുഴുവൻ ആളും പരിചാരങ്ങളും പൈസയും നിറഞ്ഞു. മൂന്നാമതും വരുമ്പോൾ കൃഷ്ണൻ്റെ ഭാര്യ ഒറ്റപ്പെടുത്തും. കൊരിപ്പുകാല പിടിച്ചിട്ടു. കൃഷ്ണന് മനസ്സിലായിട്ടില്ല എന്തിനാ പിടിച്ച് നിർത്തി. കൃഷ്ണൻ ചോദിച്ചു, നീ എന്താ പിടിച്ച്? ഒന്നില് ഭാര്യയോ മൊത്തം ഭാര്യ, രണ്ടിൽ മൊത്തം 3 ഭാര്യമ്പോൾ നമ്മള് കുചേലനും ഓൻ കൃഷ്ണനും സൂക്ഷിക്കണം. സൂക്ഷിക്കണ്ടേ? ഏകത നല്ലതാ, അതിൻ്റെ ഉള്ളിലായി പോറും. ഏകത നല്ലതാണ്, അതിൻ്റെ ഉള്ളിലായി പോറും. വളരെ ശ്രദ്ധിച്ച. കഴിഞ്ഞ ദിവസം വീട്ടിൽ ലോൺ എടുത്ത് പഠിപ്പിച്ച 19 വയസ്സുകാർ അവരൊരാൺ സുഹൃത്തുമായി പരിചയപ്പെടുന്നു. നല്ലത് തന്നെ, തെറ്റൊന്നുമില്ല. വീട്ടിൽ നിന്ന് 12 മണിക്ക് പോന്നു. അമ്മയോട് പറഞ്ഞു കമ്പൈൻ സ്റ്റഡിക്കാന്ന്. അമ്മ പറഞ്ഞു, ഓ നന്നായി, റാങ്ക് കിട്ടുമല്ലോ. പോന്നു. തലക്ക് കല്ലെടുത്തിരുന്ന് മരിക്കുന്നു. പോലീസ് എത്തി ചെക്ക് ചെയ്യുമ്പോൾ കുട്ടി മദ്യപിച്ചിട്ടുണ്ട്. അവനും വയസ്സ് 19. ഒന്നും പറയാനില്ല. ഏകത. പക്ഷെ രണ്ടാക്കും കിട്ടിയിട്ടില്ല, അതിന് മാത്രമേ ഏകത കിട്ടിയില്ല.
മറ്റും പോലീസിൻ്റെ ഏകതയിൽ പെട്ടു. ഹൂ ഈസ് റെസ്പോൺസിബിൾ? കാരണം ഗുണപാഠങ്ങൾ ക്ലാസ്സിൽ നിന്ന് കൊടുക്കാത്തതുകൊണ്ടാണ്, വീട്ടിൽ നിന്ന് കൊടുക്കാത്തതുകൊണ്ട്. ക്ഷേത്രങ്ങളിൽ പോയിട്ടേ ഇല്ല കുട്ടി, ഒന്നും അറിയില്ല. അങ്ങനെ വരുമ്പം ഭയ, ഭക്തി, ബഹുമാനം. പേടിയല്ല, ഭയം, അയ്യോ. ഭക്തി, ശ്രദ്ധ, ബഹുമാനം, അയ്യോ ഇതിങ്ങനെ ശരിയല്ലല്ലോ. മനസ്സിലായോ? ശ്രദ്ധിക്കണം. ഇതും ഈ നാട്ടിലുണ്ടായിരുന്നല്ലോ. രമണൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മനസ്സിലായത്? അപ്പോൾ രമണനിലും പറയുന്നു, കുട്ടി അങ്ങോട്ടാ ചോദിക്കുന്നു, കാനനച്ചായിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ അങ്ങോട്ടായിരിക്കും. അപ്പോൾ അവൻ പറഞ്ഞെന്താ, ബൈക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നീ ഓടിക്കോ, ഞാനിവിടെ ഉണ്ട് എന്നല്ല പറഞ്ഞു. ഇന്നു വേണ്ടോ മലയാളി, പക്ഷെ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും. മതി, റിംഗ് എക്സ്ചേഞ്ചെല്ലാം കഴിഞ്ഞിട്ട് പോവാം. ഇന്ന് തുള്ളല്ല. ഇന്നിപ്പോൾ ഡാഡി മമ്മി വീട്ടിലില്ല, നീ ഇങ്ങോട്ട് വാ, നമുക്ക് എന്ന് വെച്ചാൽ കൊന്നിട്ടോ കൊല വിളിച്ച്. ഈ ഏകത മനസ്സിലായ? ഈ ഏകത അരുതെന്ന് സമൂഹത്തിന് ഓർമ്മിപ്പിക്കാനാണ് ഇതേപോലുള്ള സത്സംഗ്. തെറ്റുണ്ടാവും, എവർ ഈസ് ഹ്യൂമൻ, മനുഷ്യ സഹജ തെറ്റ്. ഫർഗിവ് ഈസ് ഡിവൈൻ. അത് ക്ഷമിക്കലും തിരുത്തലും മറികടക്കലുമാണ് വിജയം. ഇതാണ് ഏകത. ഇനി എന്തിനാ ഏകത പറയുന്നതെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞെടുത്ത് നിർത്തിക്കേ, ചെറിയ വിത്ത്, അത് വള്ളി, അത് മരം, പിന്നെ അരയാൽ അശ്വത്ഥം, മനുഷ്യൻ, ഇങ്ങനെയൊക്കെ വരുമ്പം മനുഷ്യന് 3 തരം മനുഷ്യനാണ് ഉണ്ടാവുക എന്ന് ഈ വള്ളികൾ, മരങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു. അതാണ് ഏകത. ആ ഏകത ശ്രദ്ധിക്കണം. അതിലേത് ഏകത വേണമെന്ന് ആലോചിക്കാം. 3 തരം ചെടികളുടെ സ്വഭാവം മനുഷ്യനിലുണ്ടാവും. ഒന്ന് തൊട്ടാവാടി, ടച്ച് മീ നോട്ട് എന്നതിന് പറയും. ടച്ച് മീ നോട്ട്. നമ്മൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ വളഞ്ഞങ്കാലം കൊടയെടുത്ത് പോകുമ്പോൾ വേണ്ടാത്ത പണിക്കാണ് ഒന്നിങ്ങനെ കുത്തും. എന്തിനാ തൊട്ടാവാടി? എന്തിനാ? ചുരുങ്ങുന്ന കാണാമല്ലോ, അതൊരു സന്തോഷമാണ്. ഒന്നും ചെയ്തിട്ടില്ല അത്, അപ്പം അത് ചുരുങ്ങും. പക്ഷെ നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ അത് പഴയ പോലെയാവും. എന്നിട്ട് അത് പറയും, നീ എന്നെ തൊട്ടു, ഞാനൊന്ന് ഉൾവലിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളൊരു വിഷയം കാണുമ്പോൾ ഉൾവലിയാം. ശ്രദ്ധിക്കണം, ഉൾവലിയാം. ഉൾവലിയുന്നൊരു ജീവിയാണ് ആമ. അതിന് ടെൻഷൻ വരുമ്പോൾ ഉള്ളിലേക്കും. അതിൻ്റെ ആയുസോ 450 കൊല്ലം അതിൻ്റെ ആയുസ് ആമേൻ്റെ. എന്നാൽ തുള്ളിക്കൊണ്ടിരിക്കും മുയൽ, ഒരു കാര്യം ഉണ്ടാവില്ല. നല്ല എക്സസൈസാണ്, ജോഗിങ്ങാണ്. 4 കൊല്ലേക്കൂ. എക്സസൈസ് മാത്രമാണോ ജീവിതത്തിൽ ആരോഗ്യ? അല്ലല്ല. എന്നാൽ മുയൽ 300 കൊല്ലം നിൽക്കണ്ടേ? മുയലിൻ്റെ അഞ്ചാതി തുള്ളല്. ആമയോ ഒരു എക്സസൈസും ഇല്ല, ബെല്ലിന് 450 കൊല്ലം. അതുകൊണ്ട് അതുപോലെ ആക്കിയേക്കല്ല, ഞാൻ പറഞ്ഞു. ഉൾവലിയുന്നത് ടെൻഷൻ ഫ്രീ ആവും. തൊട്ടാവാടി പോലെ ഉണ്ടാവും മനുഷ്യൻ. ചിലർ അതിൽ പ്രൊമോഷൻ ഉണ്ടാവും. അടുത്തത് ഏതാ? ഫർഗെറ്റ് മീ നോട്ട്, കൊടുത്ത. തൊട്ടാടിവാലി പോലെ ആവണ്ട, കൊടുത്ത പോലെ ആവാം. ഒന്നും ആരെയും ചെയ്യില്ല. തൊട്ടോന് ചൊറിയും. ഇത്ര വരെ ജീവിക്കാം, നല്ലതാണ്. തൊട്ടാ ചൊറിയണം. അടുത്തതാവാൻ നോക്കണ്ട. നായ്ക്കോർണയുണ്ട്, പൊട്ടിപ്പാറി 4 തേച്ചും ചൊറിച്ചലുണ്ടാക്കുക. മനുഷ്യൻ്റെ ഏകത നടുവിൽ നിർത്താം. 1-ൽ നിന്ന് 2-ലേക്ക് പോവാം. 3-ലേക്ക് പോകുമ്പോഴാണ് സമൂഹത്തിൻ്റെ ഏകത നഷ്ടപ്പെടുക. 3-ലേക്ക് പോകുമ്പോഴാണ് സമൂഹത്തിൻ്റെ ക്ഷമ നഷ്ടപ്പെടുക, സമൂഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുക. അതില്ലാതിരിക്കാൻ വൈവിധ്യങ്ങളിൽ നിന്ന്, യാത്രയിൽ നിന്ന് ഏകതയിലേക്ക് പോകാൻ സാധിക്കണം. വെള്ളം പല കിണറിന്ന് മഴ പെയ്ത് ആവിയായി തിരിച്ചു വന്ന് പെയ്ത് ഒഴിയുന്ന മഴ, കിണറിൽ നിന്ന് കയറിട്ടെടുത്ത് നമ്മൾ കുടിക്കുമ്പോൾ പല യാത്രയിലൂടെ വന്ന വെള്ളം ഒരു ശരീരത്തിലേക്ക് കയറുമ്പോൾ ക്ഷീണം കുറയുന്നുവെങ്കിൽ അത് ഏകത. അതുകൊണ്ട്
പറഞ്ഞിട്ട് തന്നെ ഇപ്പം 10 മിനിറ്റ് ഇപ്പം നിർത്തുന്നു. ഇനി പോണ്ട, സ്ഥിരം പരിപാടിയാണെന്നല്ലേ. അപ്പോൾ കാരണം എന്താണെന്നറിയോ, ഇത് പറയാതെ വയ്യ എന്ന് പറയുന്നത് നിങ്ങൾ ഈ സഭ കണ്ടതുകൊണ്ട്. ഇങ്ങനെയൊക്കെ വളരെ അടുത്ത് എവിടെ അങ്ങനെ ഒരു സഭ കാണൂല. നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾ ഇരിക്കുന്നു, ഇത്രയും സമയം ഇങ്ങനെ ഇത്രയും ദിവസങ്ങൾ നിങ്ങളിത് സംഘടിപ്പിക്കുന്നതാണ് മഹാത്ഭുതമായിട്ട് തോന്നും. അത് ഒരു തനിമയോടെ ഈ അമ്മയുടെ സഹായത്തിൽ ഇങ്ങനൊരു കേന്ദ്രത്തിൽ ഉണ്ടാവുമ്പോൾ ഇത് പറഞ്ഞു തീർക്കാനുള്ളൊരു ആഗ്രഹം കൂടിയാണിത്. ഇതൊന്നും ഇതംന മമ, ഇതൊന്നും എൻ്റെ അല്ല, ഇതൊന്നും എൻ്റെ അല്ല. ഇതെങ്ങു നിന്നോ ഒഴുകി വാൽമീകി, കശ്യപൻ, പരാശരൻ, ഗൗതമൻ, അത്രി തുടങ്ങിയ മാമുനിമാരൊക്കെ കുറിച്ചിട്ടെടുത്ത് വ്യാസഭഗവാൻ, വാൽമീകി ഒക്കെ എഴുതി ഫലിപ്പിച്ച് ആദിശങ്കരാചാര്യരിലൂടെ ഒഴുകി ഒഴുകി വന്ന് വിവേകാനന്ദ സ്വാമികളുടെ, ചിന്മയാനന്ദ സ്വാമികളുടെ, ഡോക്ടർ ജിയിലൂടെ, ഗുരുജിയിലൂടെ ഒഴുകി 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 ഇങ്ങനെ വന്നു വരുന്ന ഒരു പുഴയില്ലേ, ആ പുഴയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ തമ്പുരാൻ്റെ മണ്ണിൽ, രാജഭരണത്തിൻ്റെ മണ്ണിൽ, രാജാവിൻ്റെ കീഴിൽ അവരുടെ വലിയ പ്രയത്നങ്ങളിലൂടെ വലിയ വലിയ മഹത്തുക്കളുണ്ടായി, വലിയ മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങൾക്കിടയിൽ ദേവതാസങ്കല്പങ്ങളുണ്ടായി. ഉറഞ്ഞാടി വന്ന തെയ്യക്കോലങ്ങളെ നിങ്ങൾ സാക്ഷ്യം വഹിച്ചതാ. എത്ര ദേവതകൾ അവർ കൈപിടിച്ച് ഗുണം വരണേ, ഗുണം വരണേ, ഏറിയേറി ഗുണം വരണേ എന്ന് പറയുമ്പം ഗുണമാണ് വേണ്ടത്, നിങ്ങൾക്ക് കിട്ടേണ്ടത്. അതാണ് ഏകതയെന്ന് പഠിപ്പിച്ച ദൈവങ്ങൾ. ആ ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരായിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അറിഞ്ഞും അറിയാതെയും പറഞ്ഞും മനസ്സിലാക്കിയും ഒക്കെ ഇങ്ങനെ പോകുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഏകതയാണ് നമുക്ക് നിലനിർത്താൻ സാധിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏകതക്ക് ഒരു 4 വരി ഞാൻ ചൊല്ലാം. ഇന്ന് സമാപനമായതുകൊണ്ട്, പ്രഭാഷണത്തിൻ്റെ സമാപനമല്ല, എൻ്റെ 2 വിഷയത്തിൻ്റെ സമാപനമായതുകൊണ്ട് ഏകത കിട്ടാൻ ഇത്രയേ വഴിയുള്ളൂ. ഒരു തവണ ഞാൻ ചൊല്ലാം, അതിന് ശേഷം മുറിച്ചു ചൊല്ലി പിരിഞ്ഞു പോകാം. പറ്റുമോ? പറ്റും. അത് നമ്മുടെ ശബ്ദം മുതൽ, ശ്രദ്ധിക്കണം, ശബ്ദം മുതൽ, നമ്മുടെ നീക്കം മുതൽ, നോട്ടം മുതൽ എല്ലാം ഈ അമ്മയിൽ അർപ്പിത. വിവിധ യാത്രകളാണ്, ഏകതയിലേക്കാണ് പോകേണ്ടത്. പണ്ട് ചെമ്പൈ പാടി എന്നോളം പാടാൻ ആളുണ്ടോ എന്ന് വരെ തോന്നിയ കാലഘട്ടത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി ഒരു കീർത്തനം ചൊല്ലാൻ നോക്കുമ്പോഴേക്ക് ശബ്ദമില്ല, പറ്റൂല. ചെന്ന് ഭജനയിരിക്കുമായിരുന്നു. വൈദ്യമഠം വന്നു, മരുന്ന് കൊടുത്തു. വൈദ്യമഠം പറഞ്ഞു മരുന്ന് പോരാ, മന്ത്രം കൂടി വേണം, ജപിച്ചോ. എവിടെയോ തോന്നി. അങ്ങനെയാണ് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് വൈദ്യമഠത്തിൻ്റെ മരുന്നും ചെമ്പൈയുടെ മന്ത്രവും തന്ത്രിയുടെ മന്ത്രവും ഒക്കെയാണ്. ആ ശബ്ദം തിരിച്ചു കിട്ടിയപ്പോൾ കവി എഴുതി, ചെമ്പൈക്ക് നാദം നിലച്ചപ്പോൾ തൻ്റെ കണ്ഠം കൊടുത്തവനേന്നാ, ശംഖം കൊടുത്തവനേന്നാ. കൃഷ്ണ, മറ്റൊന്നും പറയാനില്ല എന്നാ, കൊടുക്കലാണ്, ഇല്ലാത്തത് പൂരിപ്പിക്കലാണ് ഈ ഗോഡ് എന്നുള്ള സങ്കല്പം. അതിൻ്റെ ഏകതയിൽ എത്തേണ്ടത്. 4 വരി ചൊല്ലാം, പിരിഞ്ഞു ചൊല്ലി പിരിഞ്ഞു പോകും. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാവണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. മുറിച്ചു ചൊല്ലാമോ? നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാവണം, നിത്യനായ ചിത്പ്രകാശ
രൂപനെ വണങ്ങണം. ഇത്രയേ ഉള്ളൂ ജീവിതത്തിൻ്റെ ആകെത്തുക. മുമ്പ് ഞാൻ പറഞ്ഞതാണ്, പയ്യന്നൂരിനപ്പുറം ഒരു ക്ഷേത്രത്തിൽ ചെന്ന് ഇതേപോലെ ആളുണ്ടായിട്ട് ഇത് ചൊല്ലിക്കൊടുത്ത് എല്ലാം കഴിഞ്ഞേരം ഞാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ ജീവിതത്തിൻ്റെ ആകെത്തുക. അത് ഏറ്റു പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ ജീവിതത്തിൻ്റെ എന്നാ പറയുന്നത്, എന്നാ ചെല്ലുന്നില്ല. ഞാനത് കരുതി കൂട്ടിയുടെ പറഞ്ഞതാണ്. ഇത്രയേ ഉള്ളൂ ജീവിതം. നിങ്ങൾ ഏറ്റു പറയുമോ നോക്കാൻ. ഏറ്റു പറഞ്ഞില്ല. അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, യാത്രയിൽ നിന്ന് ഏകതയിലേക്ക് എത്തിയ ഭക്തരെ, എൻ്റെ കൊച്ചുവാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ സർവ്വവിധ സങ്കല്പങ്ങളും നമുക്ക് മുന്നേ ഈ ഗ്രാമത്തിൽ നടന്ന് പ്രയത്നിച്ച് പ്രവർത്തിച്ച് മൺമറഞ്ഞുപോയ മഹാരഥന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അറിവിൻ്റെ ഒരു പിടി പുഷ്പങ്ങൾ എൻ്റെ നെഞ്ചകത്ത് നിന്ന് പറിച്ചെടുത്ത് ഈ മണ്ഡലകാലത്തിൽ ഈ രാത്രിയുടെ 2-ാം യാമത്തിൽ ഒരു ബലിതർപ്പണം അവർക്കർപ്പിച്ച് ക്ഷേത്രത്തിൻ്റെ തന്ത്രിവരുടെയും അർച്ചകരുടെയും പാദങ്ങൾ തൊട്ട് പ്രണമിച്ച് കമ്മിറ്റിയുടെ ക്രമോത്സുകരായ സാരഥികൾക്ക് എനിക്കിങ്ങനെ ഒരു വേദി തന്നതിന് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഭക്തരെ, നിങ്ങളെയൊക്കെ കൂട്ടിപ്പിടിച്ച് ഈ അമ്മയുടെ തിരുമുറ്റത്ത് സാഷ്ടാംഗം പ്രണമിച്ച് 2 കണ്ണീര് ഞാൻ ഇവിടെ അർപ്പിച്ച് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മേ, ഈ മക്കളൊക്കെ അറിയണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെ വന്ന് ഇരുന്നും ചിരിച്ചും കരഞ്ഞും ചിന്തിച്ചും ആലോചിച്ചുമൊക്കെ ഇത്രയും സമയം ഈ അമ്മയുടെ സന്നിധിയിൽ അവർ ചെലവഴിച്ചത്. ഈ മക്കൾക്കൊക്കെ, ഈ നാട്ടിൽ വന്നവർക്കും വരാത്തവർക്കും ആലോചിക്കുന്നവർക്കും ഒക്കെ നാരായണീയത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എഴുതിയിട്ടതുപോലെ ആയുരാരോഗ്യ സൗഖ്യം, ആയുസ്സും ആരോഗ്യവും സുഖവും സമ്പത്തും സമാധാനവും ഒരുമയും പെരുമയും ഒക്കെ ഈ നാട്ടിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ സങ്കല്പങ്ങളും ഒരിക്കൽ കൂടി അമ്മയുടെ പാദങ്ങളിൽ അർപ്പിച്ച് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.